ശോഭേ, ദിനേശ് ചേട്ടാ എപ്പോ വന്നു? ശോഭേ, 2 ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും. തനിച്ചോ? ഞാനോ? അയ്യോ, ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട്. പുതിയ പ്രസ്സോ? ഇപ്പോഴുള്ളത് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് നടത്തിയിട്ട് പോരെ പുതിയ പ്രസ്? അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വന്നിട്ട് പറയാം. എന്നാലും എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പൊയ്ക്കോളൂ. ഭയപ്പെടുന്നത് എന്തിന്? ശോഭ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തനിച്ചു നിന്ന് ശീലിക്കുന്നത് നല്ലതാണ്. പോട്ടെ, വണ്ടി തെറ്റും. ചേട്ടാ, എന്താ? ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അതിന്? ഈ 2 ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. കോയമ്പത്തൂർക്ക് പോവാണ്. അതിന് ഞാനെന്ത് വേണം? അല്ല, കോയമ്പത്തൂർക്ക് പോവാണ്. അതുകൊണ്ടാ. കോയമ്പത്തൂർ കോയമ്പത്തൂർ. സാർ എവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട്? എനിക്കൊരു മുറി വേണം. മുറിയോ? സാറിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ? അല്ല, അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വീട്ടിൽ ശരിയാവില്ല. അതെയോ? സുബേറേ, സുബേർ. 109 ഫസ്റ്റ് ഫ്ലോറിലാ? താഴെ. അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കേട്. അതെന്തിനാണ് സാറേ? അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. ആ, എന്നാ തെക്കറ്റത്തെ മുറി ആയിക്കോട്ടെ. അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. എന്നാ മുകളിൽ തരാ. തുറന്നു കൊടുക്കേ. പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ? സാറിന് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. വഞ്ചകി. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ. ഒരല് മതിയോ? കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ പുറപ്പെടാൻ തുടങ്ങിയതാ. ആദ്യം വിവരമൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയില്ല അച്ഛാ. ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം. നിന്നോട് അവൻ വഴക്കിടാറുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദാ ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക്. തനിച്ചെനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല. ഒരു പ്രത്യേക സ്വഭാവം, അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല. മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ. ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ. എന്താ? അല്ലെങ്കിൽ ദിനേശേട്ടൻ വരുന്നവരെ ഇവിടെ താമസിക്കാലോ. അതാ നല്ലത്.
അല്ലേ വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിലിപ്പോ തന്നെ പോവാം. ആ. നീ കൊണ്ടുപോവല്ലടാ. അച്ഛനോ? എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അച്ഛൻ എപ്പോ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? സൂക്ഷിച്ചു. അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ. ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും. നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ തല്ലിയതെന്ന്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛാ. സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ നീ? അച്ഛാ, അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം. എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഇല്ല അച്ഛാ, ശോഭയെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ. അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. സരള, ശോഭ ദിനേശിന്റെ വീടല്ലേ? അയ്യോ, വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ എപ്പോഴാ നാട്ടിലെത്തിയത്? ഇത് ഭയങ്കര ഷോക്കായി പോയല്ലോ. ഷോക്ക് എന്നല്ല പറയുക. അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയണ നിർബന്ധമുണ്ടെങ്കിൽ പ്ലസന്റ് സർപ്രൈസ് എന്നാവാം. എന്തെങ്കിലും ആവട്ടെ, നീ ഒറ്റയ്ക്കാ കാർ ഓടിച്ചു വന്ന്? പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാള് വേണോ? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ മേൽവിലാസമില്ലാത്ത വീടാണോ ഇത്? എവിടെ നിന്റെ ദിനേശ് ചേട്ടൻ? എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയി. വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ ആയിരിക്കുമെന്ന്. കാശ്മീരിൽ നിന്ന് എപ്പോഴാ വന്നേ? ബാലേട്ടൻ ട്രാൻസ്ഫർ കിട്ടി. ഇവിടെ NCS ഓഫീസറായി ചാർജ് എടുത്തു. ഈ കാശ്മീർ ഉണ്ടല്ലോ, സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ. ഏതായാലും മൗണ്ടനീറിംഗിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു. നന്നായി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? കല്യാണം ഒന്നും കഴിക്കണ്ടേ? നല്ലൊരുത്തനെ കിട്ടണ്ടേ? എന്തായാലും ബാലേട്ടനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു, എന്നാലും കമ്പനിക്ക് ഒരിടല് തിന്നാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ജാതകം നോക്കുന്ന ഏർപ്പാടില്ലായിരുന്നെങ്കിൽ നീ ബാലേട്ടന്റെ ഭാര്യയാകേണ്ടവളായിരുന്നില്ലേ? ബാലേട്ടനോ? അതാരണീശ്വര പുതിയൊരുത്തൻ. അതിനുശേഷം എത്രയെത്ര പെൺകുട്ടികളെ കണ്ടു, ഒന്നും ശരിയായില്ല. മൂപ്പരാകെ ഫെറ്റപ്പായിരിക്കുക. ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തിനു ഫെറ്റപ്പാവണം? ബാലേട്ടൻ നിന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഓഹോ, ഇത് പ്രേമം തന്നെ. പഴയ പ്രേമം പുനരാരംഭിക്കാനാവും അന്വേഷിക്കുന്നത്. ബാലേട്ടന്റെ ഇളയതാണേലും ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്ക് എപ്പോഴും. അടുത്തെങ്ങാനും ഫോണുണ്ടോ? ഞാൻ നമ്പർ തരാം, നീ വിളിക്കണം. എത്രയാ നമ്പർ? 24302. നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി. ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ. 24302. പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഒരു വിക്ടോറിയൻ ഛായ. ശോഭ എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. അവൾ മറ്റൊരുത്തന്റെ കാമുകയായിരുന്നു. ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ.
ആശംസകളോടെ ഗായത്രി, വത്സല, കാർത്തിക, ബാലചന്ദ്രമേനോൻ. പ്രിയ ശോഭേ, മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം, അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ, ഓളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവള്ളം. ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും, മറ്റേയാൾ ആരായിരിക്കും? ഇവള് തന്നെ, അല്ലാതാര്? ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ. നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ. പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പ തീരുമാനിക്കും. സ്വന്തം ബാലചന്ദ്രമേനോൻ, ബാലചന്ദ്രമേനോൻ, ബാലേട്ടൻ, രണ്ടും ഒന്ന് തന്നെ. ബാലചന്ദ്രമേനോൻ, ബാലേട്ടൻ. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ്. കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിലും മൗനം ഭഞ്ജിക്കൂ ഡോക്ടർ. അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ്. സ്വന്തം തളത്തിൽ ദിനേശൻ. അയ്യോ, സരള പോയല്ലോ. എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു. നീയും അറിയാനിരിക്കുന്നു. വെൽ ഡൺ ഗേൾ, വെൽ ഡൺ, വെൽ ഡൺ. ഹലോ, മിസ്റ്റർ ബാലചന്ദ്രമേനോന്റെ വീടല്ലേ? അല്ലല്ലോ. 24302 അല്ലേ? അതെ, നമ്പർ ശരിയാണ്. പക്ഷെ ബാലചന്ദ്രമേനോൻ എന്നൊരാൾ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ബാലേട്ടൻ എന്ന് വിളിക്കുന്ന? ഓ, ബാലേട്ടനെയാണോ ഉദ്ദേശിക്കുന്നേ? ചേട്ടൻ പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ബാലന്റെ പഴയ ഒരു സഹപാഠി, ജോസഫ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി. ബാലിനിപ്പ എന്താ ജോലി? ആർമിയിൽ ക്യാപ്റ്റനാ. ഇപ്പൊ NCC ഓഫീസറായി ചാർജ് എടുത്ത് ഇവിടെ വന്നിരിക്കുക. ഓഹോ, ഇവിടെ തന്നെ ചാർജ് എടുക്കാൻ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ? എന്ത് കാരണം? ഞാൻ പുള്ളിയുടെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് ഒളിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ. പ്രേമോ? നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ? അതേ കുട്ടി. കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു. എല്ലാം എനിക്കറിയാം. അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലേ? എന്ത് പ്രേമം? ഏത് ശോഭ? ശോഭയെ അറിയില്ല അല്ലേ? ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളമടിച്ചിരിക്കുന്നത്? പക്ഷേ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞേക്ക്. നിർത്തടോ. താൻ ആരുടെ സഹപാഠിയാ? തനിക്ക് വായി തോന്നി വിളിച്ചു പോകാനല്ലേ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത്? എടീ, നിന്റെ ബാലേട്ടന് പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി. Stupid!
യെസ്. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റാണ്. വെറും ഒരു 5 മിനിറ്റ് ലഘുവായ ഒരു അഭിമുഖം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ. 5 മിനിറ്റ് മതി സാർ. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. ജീവൻ തൃണവൽഗണിച്ചും രാജ്യസേവനത്തിനിറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു പോളിസിയാണത്. ഓ, ഐ സി. പ്ലീസ് കം ഇൻ. താങ്ക് യു സാർ. പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. പക്ഷേ സാറിനെ പറ്റി പലതും അവരറിഞ്ഞു കഴിഞ്ഞു. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല. നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ. നീലത്തടാകമോ? ഓട്ടോഗ്രാഫ്, ഓട്ടോഗ്രാഫ്. ഒന്ന് മാത്രം അറിഞ്ഞാ മതി. ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ പ്രേമമായിരുന്നു, പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത് ജോസഫ്? ആ ജോസഫ് ഞാനല്ല, ഞാൻ തളത്തിൽ ജോസഫ്. സാർ, ആ പെൺകുട്ടിയെ വെറുതെ വിടൂ. അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത്. അയാൾ ഒരു പാവമാണ് സാർ. ശോഭയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരാണ് താൻ? ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ്. സരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ? എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടോ? മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്കാരോടോ ലൈസൻസ് തന്നത്? rascal. എന്താ ബാലേട്ടാ? എന്താ എന്താ ഉണ്ടായത്? ആരെയാള്? തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും. ആരാ ബാലേട്ടാ അത്? നിനക്ക് ഫോൺ ചെയ്തില്ലേ? അതേ ഭ്രാന്തൻ. rascal.